എരഞ്ഞിപ്പാലം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ഫ്രണ്ടിലാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വെള്ളിമാട് കുന്ന് വരെ പോകുന്ന റോഡിന്റെ കാഴ്ചകളാണ്. ഇവിടെ കോഴിക്കോട് ടൗണിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു റോഡാണിത്. അപ്പൊ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് വരുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും നമുക്ക് പോയി നോക്കാം. മലാപ്പറമ്പ് ജംഗ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ടാറിങ് കാണാൻ നമുക്ക് ഇവിടേക്ക് എത്തി ടാറിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി നല്ല വീതിയുള്ള റോഡായിരിക്കും. നമുക്ക് മാനാഞ്ചിറ മുതൽ ഇവിടെ വരെ 2 ലൈനായിട്ടുള്ള വാഹനങ്ങൾ പോകാൻ പറ്റുന്ന വീതിയുണ്ട്. ഇവിടെ 2 ട്രാക്കായിട്ട് ബസ്സൊക്കെ സൈഡിലൂടെ പോകുന്നുണ്ട്. വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് ടാറിങ് നടക്കുന്നതുകൊണ്ട്. ഇവിടെ മെഷീൻ ഉപയോഗിച്ചുള്ള ടാറിങ് നടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ തീരാനുണ്ട്. ഡ്രൈനേജിന്റെ വർക്കുകളൊന്നും തീർന്നിട്ടില്ല. പൊതുവേ ഒരു അഭിപ്രായം ഉള്ളത് വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പദ്ധതി എന്നാണ് ഈ വർക്കിന്. അപ്പോ വാർത്തകളിലൊക്കെ ശ്രദ്ധ പിടിച്ച് വെച്ചൊരു വർക്കും കൂടെയാണ്. വളരെ കാലമായിട്ട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർക്കാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് മാനാഞ്ചിറ ഭാഗത്തുനിന്ന് നമ്മുടെ മലാപ്പറമ്പ് വരെ വയനാട് റോഡാണ് ഇത്. കോളേജിന്റെ അങ്ങോട്ടൊക്കെ പോവാം. ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ വളരെ സ്ലോവിലാണ് വർക്ക് നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ റോഡ് സൈഡിൽ ടാറിങ് കഴിഞ്ഞു. ഇനി ക്രഷ് ബാരിയർ വെക്കാൻ വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അവർ സെൻട്രൽ ടാറിങ്ങിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ കാണാം നമുക്ക്. കണ്ണൂര്, കൊച്ചി, കൽപ്പറ്റ എന്നുള്ളൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉള്ള ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി കുറേ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ് ഇനി നമുക്ക് അങ്ങോട്ട് മുൻവശത്തേക്കൊക്കെ താഴോട്ട് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. എവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി എത്ര വർക്കുകൾ തീരാനുണ്ട് എന്നൊക്കെ നമുക്ക് പോയാൽ അറിയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നിർത്തി ഓരോ ഭാഗത്തുള്ള വർക്കുകൾ എന്താണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഡ്രോണൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു ഭാഗം കൂടെ ടാറിങ് കഴിഞ്ഞാൽ കോഴിക്കോടിന് വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും. വളരെ വേഗത്തിൽ ടൗണിൽ നിന്ന് നമുക്ക് മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഹൈവേയിലേക്കൊക്കെ വന്ന് കയറാൻ പറ്റുന്ന ഒരു റോഡും കൂടെ ആയി മാറും. കുറേ പേര് ഇപ്പോൾ ടൗണിൽ നിന്ന് ചെറിയ ചെറിയ റോട്ടിലൂടെ നമ്മുടെ കോഴിക്കോട് ടൗണിൽ നിന്ന് തന്നെ രാമനാട്ടുകര ഭാഗത്തേക്ക്, അത് നമ്മുടെ തൊണ്ടയാട് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വീതി കുറഞ്ഞ റോഡാണ്. വലിയ ബ്ലോക്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും. ഈ വഴി കുറേ വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അപ്പോൾ 2 ലൈനായിട്ട് ഇനി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലത് ബസ് സ്റ്റോപ്പുകളൊക്കെ വരാനുണ്ട്. എന്നാലും വളരെ നാളത്തെ ഒരു ആളുകൾ 10 വർഷത്തോളം ആയിട്ടുണ്ട് ഇതിന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു അവസാനം എന്ന് പറയാം. അവസാനമായിട്ടില്ല, ഇനിയും വർക്കുകൾ തീരാനുണ്ട്. ഇവിടെ കാണാം സെൻറ്റർ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബാരിയർ വരാനുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ട്രമ്മൊക്കെ വെച്ച് ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇനി വളരെ വേഗത്തിൽ വർക്ക് തീരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റോട്ടിലൂടെയുള്ള യാത്രകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നല്ല ബ്ലോക്കാണ് ടാറിങ് നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ടൗണിലേക്ക് മലാപ്പറമ്പ് വഴി വെള്ളിമാട് കുന്ന് ഈ റോട്ടിലൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ കിലോമീറ്ററുകളോളം ഇങ്ങനെ ക്യൂവിൽ നിന്ന് പതുക്കെ പോകാൻ പറ്റുള്ളൂ. ടാറിങ് വർക്ക് നടക്കുന്നതുകൊണ്ട്. ഒരു സൈഡിൽ ഇവിടെയൊക്കെ കാണാം നമുക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് റോട്ടിൽ തന്നെയാണ് പാർക്കിംഗ് ഒക്കെ. ഇതിനൊക്കെ ഇനി മാറ്റം വരുത്തും. ഇതിന് ഓരോ ഭാഗങ്ങളിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ 4 ലൈന് റോഡായിട്ട് മാറും. ഒരു സൈഡിൽ 2 ലൈനായിട്ട്, ഒരു സൈഡിൽ 2ആയിട്ട് നല്ല അടിപൊളി റോഡ് വരാൻ പോവുകയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും ഡ്രൈനേജിന്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്തൊക്കെ സ്ലാബിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ കാണാം നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി ഇതിന് മുകളിൽ തന്നെ കൊണ്ടിട്ടത്. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് റോട്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയാണ്. ഒരു പാർക്കിംഗ് ഒന്നും ഇല്ല. കുറേ കടകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും ഇതിനോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും
അപ്പോൾ വളരെ നല്ലൊരു മാറ്റം തന്നെ ആയിരിക്കാം കോഴിക്കോട് ടൗണിന്. അപ്പോൾ നമുക്ക് മുൻവശത്തുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം. സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മലാപ്പറമ്പ് ജംഗ്ഷൻ വരെ ബ്ലോക്കാണ്. അത്രയും വലിയ ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ SBIന്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ ഈ ഭാഗത്തൊക്കെ ഇവിടെ റോഡിന്റെ വർക്ക് തുടങ്ങിയതാണ്. കാണാം നമുക്ക്. ഒരു സൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈഡിലാണ് ടാറിങ് ഉള്ളത്. ഇനി ഇവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ എടുത്ത് മാറ്റാനുണ്ട്. ഇവിടെ കുറേ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട്. ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക്, ഇങ്ങനെയുള്ള ഭാഗത്ത് പഴയ പൈപ്പുകൾ വയറുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കുറേ ഭാഗത്ത് കാണാം നമുക്ക്. മുൻവശത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്, ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റാനുള്ളതാണ്. ഇവിടെ JCB ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റോട്ടിലുള്ള ഈ പോസ്റ്റുകൾ മാറ്റുന്നതാണ് വലിയൊരു ടാസ്കുകൾ. ഇനി അതൊക്കെ പുതിയ പോസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ നമുക്ക് പുതിയ പോസ്റ്റുകൾ കാണുന്നുണ്ട്. ഇത് വർക്ക് ഇങ്ങനെ നടക്കുകയാണ്. കേബിളുകൾ ഉപയോഗിച്ചാണ് ഇവിടെയൊക്കെ കുറേ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നതൊക്കെ കേബിളുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എല്ലായിടത്തും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ ലൈനുകൾ വലിച്ചിങ്ങനെ കിടക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. അത് നല്ലൊരു വൃത്തിയായി തോന്നും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മെറ്റൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മണ്ണിട്ടതിൻ്റെ ശേഷം അതാ അമർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അധികം ഭാഗത്തും ഇങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനുള്ള വർക്കുകളൊക്കെയാണ് കാണുന്നത്. ഇതാണ് ഇവിടെയുള്ള ഡ്രൈനേജ്. ഒരു ഡ്രൈനേജിൽ ഒരു ഭാഗത്ത് പൈപ്പ് ലൈൻ കൊണ്ടുപോകാനാണ് കാണാം. നമുക്കിവിടെ പൈപ്പ് ലൈൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ളത്. അതൊരു നല്ല കാര്യമാണ്, വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനി റോട്ടിലൊന്നും പൊളിക്കാതെ തന്നെ നമുക്ക് വയറും പൈപ്പൊക്കെ ഇതിലൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി കൂടുതൽ അങ്ങോട്ട് പോകുമ്പോഴാണ് എന്താണെന്ന് അറിയാത്തത്. അവിടെയൊക്കെ പോയാൽ അറിയാം എങ്ങനെയാണ് വർക്ക് തീർന്നിട്ടുണ്ടോ, എത്രത്തോളം വർക്ക് നടക്കുന്നുണ്ടെന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ വർക്ക്. അവിടെ കുറച്ച് ഭാഗത്ത് ഇപ്പോൾ പോസ്റ്റ് മാറ്റി വെക്കുന്നത് കാണുന്നുണ്ട്. പോസ്റ്റ് മാറ്റി വെക്കുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മെറ്റൽ മിക്സ് ചെയ്ത് ഭാഗങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ മെറ്റലൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. JCBകളൊക്കെ കുറേ വണ്ടികളുണ്ട്. കുറേ വർക്കുകൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. വേഗത്തിലായിട്ടുണ്ട്. എരഞ്ഞിപ്പാലം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇവിടെ ഇനി കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയുള്ള ഭാഗം ഇവിടെ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. ഈ പോസ്റ്റൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ആ ഭാഗത്തൊക്കെ പോസ്റ്റുകളുണ്ട്. പോസ്റ്റുകളൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് പിടിപ്പിക്കുന്നത്. അത് ഒരു ഇരുമ്പ് പോസ്റ്റുകളായതുകൊണ്ട് ആയിരിക്കാം. നല്ല കോൺക്രീറ്റ് ചെയ്ത് സൈഡിൽ കുറച്ച് അങ്ങോട്ട് മാറ്റിയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലിയറായിട്ട് കഴിഞ്ഞു. മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ ടാറിങ്ങാണ് വരാനുള്ളത്. എരഞ്ഞിപ്പാലം ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്താണ്. ഇവിടെ അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ റോഡ് തന്നെയാണ്. സൈഡിലൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ ആ ഭാഗത്ത് മാത്രമാണ്, മുൻവശത്ത് മാത്രമാണ് വർക്ക് നടന്നിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടൊക്കെ വർക്ക് വരാനുണ്ട്. അപ്പോൾ സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടൊക്കെ ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് വരാനുണ്ട്. സെൻറ്ററിൽ ക്രഷ് ബാരിയർ വരാനുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. പോസ്റ്റുകൾ മാറ്റി വെക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ഇനിയും വരാനുണ്ട്. അപ്പം മുൻവശത്തേക്ക് പോയി നോക്കാം. കിഴക്കേ നടക്കാവ് ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഒരു സൈഡിൽ കുറേ ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി അവിടെയൊക്കെ കുറേ ഭാഗത്ത് ഇനിയും മെറ്റൽ മിക്സ് ചെയ്ത് വീണ്ടും ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായും ഇവിടെയൊക്കെ പോസ്റ്റുകളാണ് എടുത്തു മാറ്റാനുള്ളത്. പോസ്റ്റുകൾ എടുത്തു മാറ്റാനുണ്ട്. ഇവിടെ ഒരു ഡ്രൈനേജ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റോഡിൻ്റെ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ റോഡ് കണ്ടില്ലേ, ഈ ബസ് വരുന്ന ആ ഭാഗത്തുനിന്ന്
ഇങ്ങോട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഒരു ഡ്രൈനേജ് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ സമയം എടുക്കുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഡ്രൈനേജ് ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇതുപോലുള്ള ബോക്സ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള ഭാഗത്തൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റുകൾ എടുത്തു മാറ്റാൻ. കുറച്ച് ഭാഗത്ത് ഈ മണ്ണ് നീക്കി അതിൻ്റെ മുകളിൽ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നടക്കാവ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അധിക ഭാഗത്തും ഇതുപോലെ തന്നെ കിടക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഡ്രൈനേജ് കുറേ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, കുറച്ച് ഭാഗത്ത് ഡ്രൈനേജ് ചെയ്യാതെ കിടക്കുന്നുണ്ട്, മണ്ണ് ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് സിസ്റ്റം വേറെ സെൻറ്ററിൽ കൂടെ വരുന്നുണ്ട്, അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഡ്രൈനേജ് ഒക്കെ പൊട്ടിയിട്ടാണ് തോന്നുന്നത്. ഇവിടെ റോട്ടിലൊക്കെ നിറയെ വെള്ളം ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിയിലൊക്കെ നിറയെ വെള്ളം, നല്ല മലിനമായിട്ടുള്ള വെള്ളം റോട്ടിൽ കാണുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ റോഡിൻ്റെ നീളം വരുന്നത് 8.4 കിലോമീറ്ററാണ് ഈ മാനാഞ്ചിറ മുതൽ മലപ്പുറം വരെ എത്തുന്ന ഈ റോഡിൻ്റെ നീളം. അപ്പോൾ അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കാവ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നടക്കാവ് ഭാഗത്തുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെ പൈപ്പുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, എന്താ അറിയില്ല. ഇതിന് മുകളിൽ സ്ലാബിങ് ചെയ്യാനുള്ള തുടക്കമാണ് ഈ കാണുന്നത്. സ്ലാബിങ് ഒന്നും അധിക ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. ചില ഭാഗത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കടകളൊക്കെ വരുന്ന ഭാഗത്ത് മാത്രമാണ് സ്ലാബിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. വൈകുന്നേരമാണ്, നല്ല തിരക്കുണ്ട്, പൊടിപടലങ്ങൾ പാറുന്നുണ്ട്, വാഹനങ്ങൾ പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ. ഇനി എന്നാണ് ഈ വർക്ക് തീരാന്ന് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വലിയൊരു ബിൽഡിങ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിന് മുമ്പും പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കോഴിക്കോട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ടൗണിന്. ഇതിൻ്റെ താഴെ വശത്തു കൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് ആ ബിൽഡിങ്. ഏകദേശം 52 നില ഉള്ളൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ബിൽഡിങ്ങും ഉണ്ട്, കാണാം. ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് ഫ്രണ്ടിലാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ടാറിങ് ചെയ്തിട്ടുള്ളത്, ഒരു ട്രൈലായി ചെയ്ത പോലെ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് ഭാഗത്ത് ഇനി ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഇതാണ് ബിൽഡിങ്. അതിൻ്റെ അടുത്തൊക്കെ വന്നാണ് ഗാലക്സി ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, കാണാൻ നമുക്ക്. പെട്രോൾ പമ്പിൻ്റെ ഇതൊക്കെ അവശിഷ്ടങ്ങൾ എല്ലാം പൊളിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ഞാനിവിടെ ഈ റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു പോയത് കണ്ടത്. മറ്റൊന്നും അങ്ങനെ പൊളിച്ചു പോയിട്ടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബിൽഡിങ്. ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ താഴെ വന്ന് നിൽക്കുമ്പോൾ വലിയൊരു ബിൽഡിങ്ങായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തൊന്നും അധികം വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാനാഞ്ചിറ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തത് കാണാം. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. വൈകുന്നേരമാണ്, സ്കൂളിട്ട് പോകുന്ന തിരക്കൊക്കെ ഉണ്ട്. ഇനി പോസ്റ്റുകൾ എടുത്ത് മാറ്റാനുള്ള വർക്കുകളാണ് കൂടുതൽ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ടൗണിൻ്റെ ഭാഗത്തേക്ക്, മാവൂർ റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നിടത്തൊക്കെ വലിയ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഡ്രൈനേജുകളൊക്കെ, പഴയ ഡ്രൈനേജുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയ ഡ്രൈനേജ്, ഇവിടെയൊക്കെ പുതിയ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റാണ് കൂടുതൽ എടുത്ത് മാറ്റാനുള്ളത്, മലബാർ ഗോൾഡൊക്കെ വരുന്ന ഭാഗത്ത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്.
പക്ഷെ വളരെ സ്ലോ ആണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.